ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിലും ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരം കളിക്കാൻ ഇന്ത്യയെ അനുവദിച്ചതിന് ബിജെപി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് AIMIM പ്രസിഡന്റ് അസദുദ്ദീൻ ഒവൈസി. മനുഷ്യജീവനുകളുടെ നഷ്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഭരണകക്ഷിയോട് ഒവൈസി വ്യക്തത ആവശ്യപ്പെട്ടു. ആസാം മുഖ്യമന്ത്രിയോടും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയോടും എല്ലാവരോടും എനിക്ക് ഒരു ചോദ്യമുണ്ട്. പഹൽഗാമിലെ നമ്മുടെ 26 പൗരന്മാരുടെയും മതം ചോദിച്ച് അവരെ വെടിവെച്ച പാകിസ്ഥാനെതിരെ ക്രിക്കറ്റ് മത്സരം കളിക്കാൻ വിസമ്മതിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ലേ? ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട 26 പൗരന്മാരുടെ ജീവനേക്കാൾ വിലപ്പെട്ടതാണോ മത്സരത്തിലൂടെ സമ്പാദിച്ച പണമെന്നും അദ്ദേഹം ചോദിച്ചു. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകാൻ കഴിയില്ലെന്നും സംഭാഷണവും ഭീകരതയും ഒരുമിച്ച് സംഭവിക്കാൻ കഴിയില്ലെന്നും നിങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ നിന്ന് BCCIക്ക് എത്ര പണം ലഭിക്കും? 2000 കോടി രൂപ, 3000 കോടി രൂപ. പണത്തിന്റെ മൂല്യം നമ്മുടെ 26 പൗരന്മാരുടെ ജീവനേക്കാൾ കൂടുതലാണെന്നും അദ്ദേഹം ചോദിച്ചു. ഞങ്ങൾ ഇന്നലെയും ആ 26 പൗരന്മാരോടൊപ്പം നിന്നു. ഇന്ന് ഞങ്ങൾ അവരോടൊപ്പം നിൽക്കുന്നു. നാളെയും ഞങ്ങൾ അവരോടൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് വൈകുന്നേരം നടക്കാനിരിക്കുന്ന ക്രിക്കറ്റ് മത്സരം ബഹിഷ്കരിക്കാൻ നിരവധി പ്രതിപക്ഷ നേതാക്കൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് അഭിഷേക് ദത്ത് മത്സരം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കളിക്കാനുള്ള തീരുമാനം ഭീകരരുമായി ചർച്ച വേണ്ട എന്ന സർക്കാരിന്റെ നിലപാടിന് വിരുദ്ധമാണ്. ഒരു വശത്ത് നിങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് സംസാരിക്കുന്നു, ഭീകരരുമായി ചർച്ച വേണ്ട, ഭീകരരുമായി വ്യാപാരം വേണ്ട എന്ന് പറയുന്നു. ഞങ്ങളുടെ പ്രതിനിധി സംഘം വിദേശ രാജ്യങ്ങളിലേക്ക് പോയി. ഇന്ന് പാകിസ്ഥാനുമായി ഒരു മത്സരം കളിക്കുന്നതിലൂടെ നിങ്ങൾ എന്ത് സന്ദേശമാണ് നൽകാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം വാർത്താ ഏജൻസിയായ ANIയോട് പറഞ്ഞു. ശനിയാഴ്ച ആം ആദ്മി നേതാക്കൾ പാകിസ്ഥാൻ ലേബൽ ചെയ്ത ഒരു പ്രതിമ കത്തിച്ചു. മുൻമന്ത്രി സൗരഭ് ഭരദ്വാജ് മത്സരം തത്സമയം സംപ്രേഷണം ചെയ്യുന്ന ക്ലബ്ബുകളും റെസ്റ്റോറന്റുകളും ബഹിഷ്കരിക്കാൻ പരസ്യമായി അഭ്യർത്ഥിച്ചു. നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം തുറച്ച അത്തരം വെറുപ്പുളവാക്കുന്ന ആളുകളുമായി ഇന്ത്യൻ സർക്കാർ ക്രിക്കറ്റ് കളിക്കാരെ കളിക്കാൻ നിർബന്ധിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഡൽഹിയിലെ എല്ലാ ക്ലബ്ബുകളെയും റെസ്റ്റോറന്റുകളെയും ഞങ്ങൾ തുറന്നു കാട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. ശിവസേന MP പ്രിയങ്ക ചതുർവേദി മത്സരം കാണരുതെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. BCCIക്കും ഗവൺമെന്റിനും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം റദ്ദാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പൗരന്മാർ എന്ന നിലയിൽ നമ്മൾ മത്സരം കാണുന്നത് ബഹിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഭീകരതയുടെ പേരിൽ ക്രിക്കറ്റ് വേണ്ടെന്ന് പറയുക. പഹൽഗാം ഭീകരാക്രമണത്തിലെ 26 കുടുംബങ്ങൾക്കൊപ്പം നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം, അവർ Xലെ ഒരു പോസ്റ്റിൽ എഴുതി. വെള്ളത്തിനും രക്തത്തിനും ഒരുമിച്ച് ഒഴുകാൻ കഴിയില്ല എന്ന പ്രധാനമന്ത്രി മോദിയുടെ പരാമർശത്തെ ശിവസേന മേധാവി ഉദ്ധവ് താക്കറെ പരാമർശിച്ചു. യുദ്ധവും ക്രിക്കറ്റും ഒരേ സമയം എങ്ങനെയാകുമെന്ന് ചോദിച്ചു. യുദ്ധവും ക്രിക്കറ്റും എങ്ങനെ ഒരേ സമയമാകും? അവർ ദേശസ്നേഹം കൊണ്ട് ഒരു ബിസിനസ് ഉണ്ടാക്കിയിരിക്കുന്നു. അവർക്ക് പണം മാത്രമാണ് വേണ്ടത്, അദ്ദേഹം പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളും മത്സരം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മത്സരത്തിൽ തങ്ങൾ വളരെ അസ്വസ്ഥരാണെന്നും ഇരയുടെ അനന്തരവൻ സാവാൻ പർമാൻ പറഞ്ഞു. ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം സംഘടിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ അസ്വസ്ഥരായിരുന്നു. പാകിസ്ഥാനുമായി ഒരു തരത്തിലുള്ള ബന്ധവും തുടരുത്. നിങ്ങൾക്ക് മത്സരം കളിക്കണമെങ്കിൽ നിരവധി വെടിയുണ്ടകളേറ്റ എന്റെ 16 വയസ്സുള്ള സഹോദരനെ തിരികെ കൊണ്ടുവരിക. ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോൾ പാഴായതായി തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭർത്താവ് ശുഭം ദ്വിവേദിയുടെ ഭാര്യ ഐഷാന്യ ദ്വിവേദി ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ കളിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു. പഹൽഗാമിൽ മരിച്ച ആ 26 പേരോടും BCCIക്ക് ഒരു വികാരവുമില്ലെന്ന് തോന്നുന്നു. അവരുടെ കുടുംബത്തിൽ നിന്ന് ആരും മരിക്കാത്തതിനാൽ അവർ അത് വിലമതിക്കുന്നില്ല. ക്രിക്കറ്റ് കളിക്കാൻ എന്തിനാണ് പാകിസ്ഥാനുമായി കളിക്കുന്നത്? കളിക്കാർക്കും അവരുടെ നിലപാട് സ്വീകരിക്കാമെന്നും അവർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ, മാസ് വിലക്കുറവ്, സൂപ്പർ EMI ഓപ്ഷനുകൾ, ബ്രാൻഡ് ഓഫറുകൾ, ഇതിലെല്ലാത്തിലും ഉപരി മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ. മൈജി ഓണം മാസ് ഓണം.